ശൃണുപ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ താരകാ ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളി മോദാലരുൾ ചെയ്തിരാതരാൽ ശ്രീരാമാദികളുടെ നിശ്ചയം ദേവകളാൽ ഒന്ന് കേവലം മാരുതി ചെയ്തതോർക്കും വിധോ ചിത്തെ നിരൂപിക്ക പോലും യോജനായ അധമശ്രമം ലംഘിച്ചു രാക്ഷസവീര്യരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള വൃത്യന്മാരോരോരുത്തരും ഒരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടു വന്നതു കാരണം പാതാത്മജൻ പരിപാലിച്ചതു ദൃഢം. അങ്ങനെയായതല്ല ഇനിയും അങ്ങനെ ഭാരതിയെ കടന്നിടുന്നു അക്രമകര ചക്രാദി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടു മുടുക്കി ഞാൻ ദേവിയെ എന്നു കാണിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തിതയുണ്ടാകരുത് ഏതുമേ മനസ്സേ ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാരുമോർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരീക്കാണായ വാനര സഞ്ചയം വന്നിയിൽ ചാടേണമെന്നുടെ എന്നു ചൊല്ലിയിടിലും പിന്നെയുമെന്നു ചൊല്ലുന്നവരില്ലിവർ. ഭാരതിയെ കടപ്പാനനുപായം പാർക്ക നേരം ഇനി കളയാതെ രഘുപതേ ലങ്കയിൽ ചെന്നു നാം പൊക്കീതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കൽ ആരെതിർക്കുന്നിതു രാഘവാ നിന്തിരുമുൻപിൽ മഹാരണേ അസ്ത്രേണ ശോഷണം ചെയ്ക ജലനിധേ സത്വരം സേതു ബന്ധിക്കലുമാം ദൃഢം. വല്ല കണക്കിലും ഉണ്ടാ ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തിയന്വിത മിത്രപുത്രോക്തിക അർത്ഥമാകർണ്യ കാകുൽസ്ഥനും തൽക്ഷണേ മുമ്പിലമ്മാറു തൊഴുതു നിൽക്കും വായു സംഭവനോടു ചോദിച്ചരുളിയിടിനാൻ. ലങ്കാവിവരണം. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടൊന്നറിയിക്ക നീ. കോട്ടമതിൽ കിടന്നിങ്ങനെ എന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം. വജസാ ഭവാൻ എന്നതു കേട്ടു തൊഴുതു വാതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിയിടിനാൻ. മധ്യേ സമുദ്രം ത്രികുടാചലം അത്യുന്നതമതിൻ മൂർധനി ലങ്കാപുരം പ്രാണഭയമില്ലയാതെ ജനങ്ങൾക്കു കാണാം. കനകവിമാന സമാനമായി വിസ്താരമുണ്ടങ്ങെഴുന്നൂറു യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ. ഗോപുര നാലു ദിക്കിങ്കലുമുണ്ടതീ ശോഭിതമായതിനേഴു നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലായി പെങ്ങും മതിലുകളേഴുണ്ടൊരുപോലെ. ഏഴിനും നന്നാലു ഗോപുരപംക്തിയും ചൂഴവുമായ രൂപത്തെട്ടു ഗോപുരവും എല്ലാത്തിനും കിടങ്ങുണ്ടതത്യാഘാതമായി ചൊല്ലുവാൻ വേല യന്ത്രപാലപംക്തിയും. അണ്ടർകോൺ ദിക്കിലെ ഗോപുരം കാപ്പതീനുണ്ടു നിശാചരന്മാർ 10,000. ദക്ഷിണഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു 100,000 സദാ.
ശക്തരായി പശ്ചിമഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് 100,000. ഉത്തരഗോപുരം കാത്തു നിൽപ്പാനതി ശക്തനായുണ്ടോരു കോടി നിശാചരൻ. ദിക്കുകൾ നാലിലുമുള്ളതിലർദ്ധമുണ്ടുഗ്രതയോടു നടുവു കാത്തിടുവാൻ അന്തഃപുരം കാപ്പതീനുണ്ടത്ര പേർ. മന്ത്രശാലക്കുണ്ടതിലിരട്ടി ജനം. ആടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജലശാലയും മദ്യപാനത്തിനും നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാവിരചിതാലങ്കാരവേദവാ തങ്കാപഹം പറയാവന വല്ലനന്ദനും. തൽപുരം തന്നിൽ നീളേ തിരഞ്ഞേഹം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ പുഷ്പിതോദ്യാനദേശേ മനോമോഹനേ. പത്മജാദേവിയെയും കണ്ടു കൂപ്പിനേൻ. അങ്കുലീയം കൊടുത്താശു ചൂടാരത്ന വിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു. കാട്ടിയേൻ പിന്നെ കുറഞ്ഞോരവിവേകം ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനാൻ. രക്ഷോപരാത്മജനാകിയ ബാലകൻ അക്ഷയകുമാരനവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവിൻ മന്നവാ. ലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം. പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നെ ഭൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതെ അവനെ എന്ന നേരം. കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു ആദരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ. ചൊല്ലുള്ള രാജധർമ്മങ്ങളറിഞ്ഞവർ കൊല്ലാതെ എടുത്തതു നല്ലതാകുന്നതെപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ മാലതിക്ക് അഗ്നി കൊളുത്തുവാൻ. സസ്നേഹവാസസാ പുച്ഛം പൊതിഞ്ഞവരഗ്നി കൊളുത്തിനാരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേൻ 200 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം. മന്നവലങ്കയിലുള്ള പടയിൽ 4 മുടുക്കിനെ